ഇടുക്കി പൂപ്പാറ ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെ മണി എംഎൽഎയും സിപിഐഎം ഇടുക്കി ജില്ലാ നേതൃത്വവും. ഒഴിപ്പിക്കൽ നടപടിയിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഇടുക്കി ജില്ലാ ഭരണകൂടവും പോലീസ് ഉദ്യോഗസ്ഥരും നടത്തിയതെന്ന് ഉടുമ്പൻചോല എംഎൽഎ മണിയും സിപിഐഎം ജില്ലാ സെക്രട്ടറി സിവി വർഗീസും പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ല കളക്ടറും പോലീസും പൂപ്പാറയിൽ നടപ്പാക്കിയത്. ഈ നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് മണി എംഎൽഎ പറഞ്ഞു. അതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. അതിനോട് പ്രതികരിക്കാനും പ്രക്ഷോഭണം നടത്തുന്നതിനോട് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. വിപുലമായ യോഗം കൂടി അതിനുള്ള പരിപാടി തയ്യാറാക്കുന്നുണ്ട്. നിയമപരമായി അത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവാണോ, അങ്ങനെയെങ്കിൽ പിന്നെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ പോയും ഗവൺമെൻറ്റിൽ ബന്ധപ്പെട്ടും ആ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങേയറ്റത്തെ മനുഷ്യത്വരഹിതമായി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ ഇറക്കി വിട്ടു, എന്നിട്ട് സീൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു നിലയിലും മനുഷ്യത്വത്തിന് നിരക്കാത്ത പണിയാണ് പൂപ്പാറയിൽ നടന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിലെ സമരത്തിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും LDF നേതാക്കളും സ്ഥലം MLA ആയ മണിയും പോയ സമയം തെരഞ്ഞെടുത്താണ് ആളുകളെ നിർദാക്ഷിണ്യം ഒഴിപ്പിച്ചത്. കടകളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരെയും വീടുകളിലുള്ള സ്ത്രീകളെയും പുറത്താക്കിയ നടപടി അംഗീകരിക്കാനാവില്ല. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഇതെല്ലാം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ വളരെ ആസൂത്രിതമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്തുക, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് പ്രവർത്തനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും ആക്രമിക്കാൻ വേണ്ടി കപട പരിസ്ഥിതിവാദികളും അതിനനുസൃതമായി ജില്ലാ ഭരണകൂടം ഒത്തുകളിക്കുന്ന നീക്കമാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് CPM ആഗ്രഹിക്കുന്നത്. വെറും 6 പേർക്ക് മാത്രം നോട്ടീസ് കൊടുത്തിട്ടാണ് 56 വ്യക്തികളുടെ വസ്തുവകകൾ ഒഴിപ്പിച്ചത്. ചില BJP നേതാക്കൾക്ക് 2 വ്യക്തികളോടുള്ള വ്യക്തിപരമായ ശത്രുതയിൽ നിന്ന് ആരംഭിച്ച വ്യവഹാരമാണ് 56 കുടുംബങ്ങളെ വഴിയാധാരമാക്കിയത്. ഇടുക്കി ജില്ലയിലെ CPIM നേതൃത്വം ഈ കുടുംബങ്ങളോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുകയാണ് നേതാക്കൾ. കൈരളി ന്യൂസ്, ഇടുക്കി.